ഈ എം ലോഫ്റ്റ് പേരെങ്ങനെയാ കിട്ടിയത്? പേര് വലിയ കാര്യമായിട്ട് പെട്ടെന്ന് പറയാൻ പറ്റണം. ഓക്കെ. ചെറിയ പേരായിരിക്കണം. ആഹാ. ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന് പറയുന്ന സിനിമ പോലെ ഒരു ഓക്കെ. ഇതാവണം എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ആ സിനിമ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു അതെ സിനിമ. അതെ അതെ. കാരണം ഞാനും മൂത്തയാളാണ്, അപ്പം ഗൾഫിലാണ്. ഏതാണ്ട് അതേപോലത്തെ ഒരു ഏതാണ്ട് ഫാമിലിയാണ്. അപ്പം ശരി. അങ്ങനത്തെ ഒരു സാധനം എല്ലാം ഭയങ്കര ഇൻസ്പിറേഷൻ തന്ന ഒരു മൂവിയാണ്. ഉം. അപ്പം അത് ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴത്തേനും മാത്യു, എം ഫോർ മാത്യു, അപ്പന്റെ പേരില് മാത്യു, ലോഫ്റ്റ്, ഒരു ലോഫ്റ്റ് സെറ്റപ്പ് ആയിരുന്നു നമുക്ക്. Okay. ഇതും നമ്മളുടെ ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോർ ലോഫ്റ്റ് സെറ്റപ്പ്. ഇതും എല്ലാ സ്റ്റോറുകളും ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് എം ലോഫ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ വേണ്ടി. ഇപ്പം എം ലോഫ്റ്റ് മാത്രല്ല, എനിക്കൊന്ന് നമുക്കോട് ഒരു സ്റ്റോറും കൂടെ ഉണ്ടല്ലേ? എം ലോഫ്റ്റ് ലെഹർ. ഓക്കെ. എം ലോഫ്റ്റ് ലെഹർ എന്ന് പറയുമ്പോഴത്തേന് എം ലോഫ്റ്റ് വേണമല്ലോ, പക്ഷെ എം ലോഫ്റ്റ് എന്ന് പറയുമ്പോഴേ ഒരു സാരി അല്ലെങ്കിൽ ലെഹങ്ക, ഗൗൺ ആൾക്കാരുടെ മനസ്സിൽ. അതെ അതെ അതെ. അപ്പൊ ഞായറാഴ്ച നമ്മള് കോട്ടയം നസ്രാണികളാണ് കൂടുതൽ. അപ്പൊ നമ്മള് സോഡ പൊട്ടിച്ചിട്ടുണ്ട്, അങ്ങനെ അങ്ങനെ ആലോചിച്ചപ്പോ ലെഹറിന് ഒരു മസ്കുലിൻ സാധനമുണ്ട്. അതേപോലെ ഇപ്പൊ അതൊരു ഒരു സാധനമല്ലേ, ഒരു നല്ല ഒരു ലെഹർ ഫോക്കസ് ചെയ്യുന്ന ഗ്രൂം സയൻസ്. അതെ, മെൻസ് വെയർ. ഓക്കെ.